PV പറഞ്ഞ റോളുമില്ല. ഓനൊരു അഡിൻ ജോസ് പെരേരയായിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടി. അതെ, വോട്ടെണ്ണി കഴിഞ്ഞാലേ ജയിച്ചതും ചോദിച്ചു. ഇവിടെ ട്രെൻഡ് സ്വരാജാണ്. സ്വരാജ് അല്ലെങ്കിൽ സ്വരാജ്. അപ്പൊ അൻവറിന് ആര്യാണ് സൗഖ്യത്ത് എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ആര്യാണ് സൗഖ്യത്ത് ഇവിടെ ഞങ്ങൾ കണക്കൂട്ടുന്നത് 17,000. ആർക്കാ ജയിക്കാൻ സാധ്യത? ഒരു സംശയമല്ല, ബാബുട്ടിയാക്കന്നെ. ബാബുട്ടി തരംഗാണ്. PV അൻവർ വോട്ട് പിടിക്കോ? PV പറഞ്ഞ റോളുമില്ല. ഓനൊരു അഡിൻ ജോസ് പെരേരയായിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടി. എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിൽ? ഇവിടെ തെറ്റിദ്ധാരകളാണ്. ഇവിടെ എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? 10,000. PV അൻവറിന് വോട്ട് പിടിക്കും? ആര് വോട്ടെടുക്കാൻ പറയാൻ കുറെ കാരണങ്ങളുണ്ട്. കേരളം ഭരിക്കുന്നത് CPM ആണ്. ഇവിടെ മണ്ഡലം ഭരിക്കുന്നത് CPM ആയിരുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് ഇവിടെ അവർക്ക് വികസനം ഉണ്ടായിട്ടില്ല. 2016 ആര്യാണ് സൗഖ്യത്ത് ഇവിടെ തോറ്റിട്ടും ഈ മണ്ഡലത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. എല്ലാത്തിലും ആര്യാണ് സൗഖ്യത്ത് എല്ലാ പരിപാടികളും മുതൽ പരിപാടിയിലൊക്കെ ഈ പ്രളയം വന്നിട്ട് സൗഖ്യത്ത് എല്ലായിടത്തും മുന്നിൽ തന്നെ. ഇവിടെ എന്താ തീർച്ചയായിട്ടും സ്വരാജ് ജയിക്കുന്നില്ല. എത്ര വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടാവും? ഞങ്ങളൊരു 12,000 വോട്ട് വിജയിക്കുന്നില്ല. സുഖമാണ് ഇവിടെ. ഈ അൻവറിന്റെ കടന്നുവരവ് ഇടതുപക്ഷത്ത് അൻവറിന്റെ ഘടകം ഒരു വിഷയമില്ല ഇവിടെ. അൻവർ അടി പോയി കിടക്കല്ലേ. എന്ത് വിഷയം അൻവർ ഇവിടെ? അൻവറായിട്ട് തുടങ്ങി വെച്ചൊരു ഇലക്ഷൻ അല്ലേ. വീണ്ടും അയാൾ മത്സരിക്കുന്നു. എന്നതിൽ അർത്ഥം ആര് ജയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ SDP ഇവിടെ വളരെ ശക്തമായിട്ട് നല്ല പ്രചരണത്തിൽ തന്നെ ഉണ്ട്. പരമാവധി നമ്മൾ വോട്ട് പിടിക്കുകയും ചെയ്യും. നല്ല ശക്തമായ മത്സരം നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. SDP ഇവിടെ ഇടത് വലത് മുന്നണികൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമൊന്നുമില്ല. അതെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയതാണ്. അപ്പോൾ SDP ശക്തമായ മത്സരം കാഴ്ചവെക്കും, വിജയിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. ആര്യാണ് സൗഖ്യത്ത് എന്തായാലും വിജയിക്കും, അത് ഉറപ്പാണ്. അത് ഇവരാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ആര്യാണ് സൗഖ്യത്ത് തന്നെ വിജയിക്കും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം അറിയില്ല, എന്നാലും വിജയമുണ്ട്. ജയിക്കും. അതന്നെ പോയാ ഇവിടെ സ്വരാജ്. എത്ര വോട്ടിന് ഭൂരിപക്ഷം? 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് സ്വരാജ് സൂപ്പറായിട്ട് ജയിക്കും. നിലമ്പൂര് സ്വരാജ് അല്ലാന്നുണ്ടെങ്കിൽ ബാബുട്ടി ജയിച്ചു. സ്വരാജ് ആയതുകൊണ്ട് ഒരു നല്ലൊരു മത്സരം പറഞ്ഞാണോ കണ്ടറിയണമാണ്. ആര്യാണ് സൗഖ്യത്ത് സിമ്പിളായിട്ട് ജയിക്കും. അതന്നെ എനിക്ക് അതിനെ പറ്റി അഭിപ്രായമല്ല.